നീ നല്ല ഒച്ചയില് മലയാളം 3 വട്ടം പറഞ്ഞിട്ട് നീ ഇരുന്നാ മതി. നിനക്ക് ബാക്കി ഹലോ, ഞാൻ ഇന്ന് ഒരു സ്റ്റോറി പറയാനാ വന്നത്. ഞാൻ പറഞ്ഞില്ലേ എന്റെ ലൈഫിൽ മൊത്തം പൊട്ടത്തരങ്ങളാണെന്ന്. പക്ഷെ ഇത് പൊട്ടത്തരല്ല. ഇത്തിരി ഞാൻ സീരിയസ് ആയി കാണുന്ന ഒരു സ്റ്റോറിയാണ്. ഈ സ്റ്റോറി എന്ന് പറയുമ്പോൾ ഒരു 2ലോ 3ലോ പഠിക്കുമ്പോഴാണ് ഉണ്ടായിരുന്നത്. എനിക്ക് ഒരു മാസം പനിയായിരുന്നു. പനിയായിട്ട് ഞാൻ പിറ്റേ ദിവസം ഞാൻ തന്നെ ഒരു മാസം കഴിഞ്ഞ് ഞാൻ ക്ലാസ്സിൽ പോയപ്പോൾ എനിക്ക് നോട്ട് എഴുതണം. കാരണം അടുത്ത മാസം എക്സാം, ക്രിസ്മസ് എക്സാം ഓൺ എക്സാം, എനിക്ക് കറക്റ്റ് ആവില്ല. എക്സാം ആണ്. അപ്പോൾ നോട്ട് എഴുതണം. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഇങ്ങനെ വീട്ടിൽ കൊടുക്കരുത്, കൊടുത്തു വിടരുത് എന്നുള്ളൊരു റൂൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ കളഞ്ഞു പോകുന്നുള്ള രീതിക്കാണ്. അപ്പോൾ എൻ്റെ അമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ക്ലാസ് ടീച്ചറോട്. മിസ്സേ ഇങ്ങനെ എന്താ ലീവായിരുന്ന ഒരു കുട്ടി ഒരു മന്ത് ലീവായിരുന്നു. അപ്പോൾ ആരെയും നോട്ട് കൊടുത്തു വിടണം എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിസ്സും അത് വിട്ടു. ഞാൻ പറഞ്ഞിട്ടും മിസ് അങ്ങ് വിട്ടു. എന്നിട്ട് ഈ ഒരു കാര്യം എൻ്റെ അമ്മ പാരന്റ്സ് മീറ്റിംഗിന് അങ്ങോട്ട് ഓപ്പൺ ആയി പറഞ്ഞു. എല്ലാവരും മുന്നിൽ വെച്ചു. മാമിന്റെയും എല്ലാ മാനേജ്മെന്റും എല്ലാവരും ഇരിക്കുന്ന ടൈമിൽ ഇത് പറഞ്ഞു. ഞാൻ അപ്പോൾ അമ്മോട് പറഞ്ഞു, അമ്മ വേണ്ടമ്മ വേണ്ടമ്മ പറഞ്ഞു പിടിച്ച് വിളിക്കുന്നു. അമ്മ പറഞ്ഞു. ആ ടൈമിൽ ഞാൻ മിസ്സിന്റെ മുഖം നോക്കി. അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ കാര്യം തീരുമാനമായി എന്ന് എനിക്ക് മനസ്സിലായി. പിറ്റേ ദിവസം ഞാൻ ക്ലാസ് പോയി. ഞാൻ പൊതുവെ ഞാൻ ആ ടൈമിലൊക്കെ പറഞ്ഞാൽ എനിക്ക് സൗണ്ട് ഉണ്ടായിരുന്നില്ല. ഞാൻ അധികം സംസാരിക്കുന്നത് സൈലന്റ് ആയിരുന്നു. കുറച്ച് സൈലന്റ് ആയിരുന്നു. ഇപ്പോഴത്തെ പോലെയല്ല. ഞാൻ ഭയങ്കര സൈലന്റ് ആയിരുന്നു. എനിക്ക് സംസാരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാരണം ഞാൻ സംസാരിക്കുകയില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ സൗണ്ട് കുറച്ചിട്ട് മെല്ലെ കാര്യങ്ങൾ പറയാം. അതേപോലെ ഞാൻ സൈലന്റ് ആയിരുന്നു. അപ്പോൾ ഈ റോൾ നമ്പർ അറ്റൻഡൻസ് വെക്കുമ്പോൾ എത്ര കാലം അറ്റൻഡൻസ് നല്ല രീതിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എങ്ങനെയാണോ പറയാറ് അതേപോലെ പറയുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഞാൻ പോയിട്ട് അറ്റൻഡൻസ് പറഞ്ഞു. മിസ് കേട്ടില്ല പറഞ്ഞിട്ട് എന്നെ മിസ് പറഞ്ഞു, മിസ് മലയാളം എടുക്കണം. മലയാളം. അപ്പൊ എന്നോട് പറഞ്ഞു, നീ നല്ല ഒച്ചയില് മലയാളം 3 വട്ടം പറഞ്ഞിട്ട് നീ ഇരുന്നാ മതി. നിനക്ക് എനിക്ക് ഭയങ്കര നാവാണല്ലോ. ഇപ്പൊ മാത്രം നിനക്ക് എന്താ സൗണ്ട് ഇല്ലേ, നിനക്ക് ഒച്ചയില്ലേ, നിനക്ക് ഇതൊന്നും പറയാൻ പറ്റില്ല. ഭയങ്കര എന്നാ 1-2 പഠിക്കുന്ന കുട്ടികൾ. ഞാൻ സത്യം പറഞ്ഞു ഞാൻ കിടന്ന് മെഴുകായിരുന്നു. എനിക്ക് നല്ല ഓർമ്മ. ഞാൻ സെക്കൻഡ് ലാസ്റ്റ് ബെഞ്ചിലാണ് നിൽക്കണം. എങ്ങനെ ഇങ്ങനെ മെഴുകുക. എന്നിട്ട് ഞാൻ മലയാളം 3 വട്ടം പറയും. മലയാളം 3 വട്ടം പറഞ്ഞു. എന്നിട്ട് മിസ് എത്തില്ല. എന്നെ ആ അവർ 45 മിനിറ്റ് ഉണ്ട്. ആ അവർ മൊത്തം നിർത്തിപ്പിച്ചു. റിവെഞ്ച് എടുത്തോ, റിവെഞ്ച്, വെറും റിവെഞ്ച്. എന്നിട്ട് മിസ് പോയപ്പോ ഞാൻ ഇരുന്നു. മിസ് പറഞ്ഞൊന്നുമില്ല. പിന്നെ തൊട്ടിട്ട് മിസ് എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ കാര്യം പിന്നെ ഈ ഒരു സിറ്റുവേഷൻ ഞാൻ വീട്ടിൽ പറഞ്ഞില്ല. വീട്ടിൽ പറഞ്ഞാൽ പിന്നെ വീണ്ടും വിളിച്ചിട്ട് പിന്നെ എന്നെ